ഇന്ത്യൻ ഫുഡ്സാണ് ചർച്ച. നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ കേരളക്കാരുടെ ഒരു ഫേവറേറ്റ് ഫുഡാണ് പറയുന്നത്. അതായത് ഇറച്ചിയും പൊറാട്ടയും എന്ന് പറയും, നമ്മൾ ബീഫും പൊറാട്ടയും. നമ്മുടെ കേരളീയ ഫുഡിനെ, നമ്മുടെ ഒരു നാടൻ ഭക്ഷണങ്ങളെ അറബികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാനും അവർ നമ്മളെ കൂടെ ഭക്ഷണം കഴിപ്പിക്കാനൊക്കെയുള്ള ചില വാക്കുകൾ നമുക്കൊന്ന് പഠിച്ചാലോ? അവസാനം വരെ കാണുക, രസകരമായിട്ട് നമുക്കൊന്ന് പറഞ്ഞു പോകാം. ആദ്യമായിട്ട് പൊറാട്ട എന്നാണ്. പൊറാട്ട നമ്മുടെ വിഭവമായതുകൊണ്ട് യഥാർത്ഥത്തിൽ അതിന് മറ്റു പേരൊക്കെ പറയുന്നത് പറാത്ത എന്നാണ് പറയുക. ഇപ്പോൾ ഒമാനിലൊക്കെ എന്നാൽ പൊറാത്ത വാഹിദ് പറാത്ത എന്ന് പറയുമ്പോൾ പൊറാട്ടയ്ക്ക് പൊറാത്ത എന്ന് പറയും, നമ്മൾ പറയുന്ന അതേ രീതിയിൽ. പക്ഷേ അതിന് അവർ ശരിക്കൊരു ട്രാൻസ്ലേഷൻ ഞാൻ ഫത്തീറാണ്. ഫത്തീറ ഹിന്ദിയ ഫത്തീറ എന്നാണ് അതിൻ്റെ അതിൽ നിന്ന് വന്നതാണൊക്കെ. ഫത്തീറ എന്ന് പറഞ്ഞാൽ പത്തിരി എന്നതിൽ നിന്നൊക്കെയാണ് അത് വന്നത്. ഒരു കോമൺ വേർഡാണ് ഫത്തീറ. അത് ഫത്തീറ ഹിന്ദിയ എന്ന് പറയാം, പൊറാത്ത. ഓക്കെ, പൊറാത്ത എന്ന് പറഞ്ഞാൽ മതി. രണ്ടാമത്തെ ഒന്ന് ഈ ലഹമാണ്. ബീഫിന് ലഹം, ഇറച്ചിയും പൊറാട്ട എന്നറിയാം നമ്മുടെ മലബാറിലൊക്കെ. ബീഫിന് ലഹം. അപ്പോൾ അത് രണ്ട് കോമ്പിനേഷനുള്ള സാധനമാണ്. ഏതൊക്കെയാണത്? ലഹം വൽ ഫത്തീറ, ഇറച്ചിയും പൊറാട്ടയും. ഓക്കെ, അതാണ് ഇപ്പോൾ ഒരു സംഗതി ഉള്ളത്. മറ്റൊന്ന് ഇതോടൊപ്പം തന്നെ നമുക്ക് പറയാം, പിന്നെ മലയാള അല്ലെങ്കിൽ കേരളീയ ഭക്ഷണത്തിൽപ്പെട്ടതാണ് ബിരിയാണി. ബിരിയാണി എന്ന് പറയാൻ പാടില്ല. ബിരിയാണി ഏതൊക്കെയുണ്ട്? ബിരിയാണി ദജാജ്. നിങ്ങൾ എമിറേറ്റ്സിലാണ് ദയാ എന്ന് പറഞ്ഞാൽ മതി. ചിക്കൻ ബിരിയാണി. ഇപ്പം നമ്മൾ ബിരിയാണി ദം ബിരിയാണി എന്ന് പറയും, അതായിരിക്കാം അത്. അതുപോലെ തന്നെ ബിരിയാണി തലശ്ശേരി, അങ്ങനെയൊക്കെ കൂടിയുള്ള നമ്മൾക്ക് നമ്മുടെ ഇഷ്ടത്തിന് പേരിട്ടാൽ മതി. കാരണം ആ രാജ്യത്ത് അതില്ല. ഒരു ഉദാഹരണം പറയാം. അപ്പോൾ ബിരിയാണിയെക്കുറിച്ച് തന്നെ പറഞ്ഞ് പൂർത്തിയാക്കാം. ബിരിയാണി ലഹം, ബിരിയാണി ബക്കർ, ബിരിയാണി ലഹം, ബിരിയാണി ഗനം എന്നാൽ മട്ടൻ ബിരിയാണി, ബിരിയാണി സമക്ക് ഫിഷ് ബിരിയാണി, ബിരിയാണി ജംബരി എന്നും പറയും, ഗംബരി എന്നും പറയും. കൊഞ്ച് ബിരിയാണി, കൊഞ്ചെന്ന് പറയുന്നത് ചെമ്മീൻ ബിരിയാണി. അങ്ങനെയൊക്കെയുള്ള ജംബരി എന്നാണ് അറബിയിൽ അതിന് പറയും. ഇനി അതിൻ്റെ മറ്റൊന്നുള്ളത്, നമ്മളിപ്പോൾ നമ്മുടെ നാടൻ ഭക്ഷണത്തിൽപ്പെട്ടതാണ് പുട്ടിനെന്താ അറബി പറയാം? പുട്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ സാധനമേ ആ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മളതിനെ അറബിയാക്കാം. അത് ഫൂത്ത് എന്നറിയാം നമുക്ക്. ഫൂത്ത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഇൻ്റർനാഷണൽ ഫുഡ് സപ്ലൈ ചെയ്യുന്നവർ അതിനൊക്കെ അറബി പേരുണ്ട്. അതിന് ഫൂത്ത് എന്നാണ് പറയുക. ദഗീഗ അല്ലെങ്കിൽ മത്ഹൂൻ അൽ ഫൂത്ത്, പുട്ട് പൊടി എന്ന് പറയാം. മത്ഹൂൻ അൽ ഫൂത്ത്, പുട്ടിന് ഫൂത്ത് എന്ന് പറയാം നമുക്ക്. അതേപോലെ തന്നെ ചപ്പാത്തിക്ക് ഷാബാത്തി എന്നും വേണമെങ്കിൽ പറയാം. യഥാർത്ഥത്തിൽ അതിനൊരു പേരുണ്ട്. അതായത് ചപ്പാത്തി എന്ന് പറയുന്നത് അതെന്താണ്, പിന്നെ റൊട്ടി എന്ന് നമ്മൾ പറയുമല്ലോ. റൊട്ടിക്ക് മൊത്തത്തിലൊരു പേര് ഖുബ്സ് എന്നാണ്. റൊട്ടിക്ക് മൊത്തത്തിൽ ഖുബ്സ് എന്ന് പറയാം. അതിൽ പിന്നെ ചപ്പാത്തിക്ക് ഖുബ്സ് ബുറ് എന്ന് പറഞ്ഞാൽ മതി. ഖുബ്സ് ബുറ്, ചപ്പാത്തി എന്ന് പറയാം. അത് ബുറ് എന്ന് പറഞ്ഞാൽ ഗോതമ്പിനാലുള്ള റൊട്ടികൾക്കൊക്കെയും ഖുബ്സ് ബുറെന്നും ചപ്പാത്തി അത് തന്നെയല്ല അത്. പിന്നെ പത്തിരി, നമ്മുടെ മലബാറിലുള്ള നൈസ് പത്തിരി ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് പരിചയപ്പെടുത്തേണ്ട വാക്ക് പഠിക്കാം. ഫത്തീറ നഹീഫ് എന്നാണ്. ഫത്തീറ എന്ന് പറഞ്ഞാൽ പത്തിരി ഞാൻ പറഞ്ഞു. ഫത്തീറ നഹീഫ് എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ആയത് അല്ലെങ്കിൽ നൈസായത്, നഹീഫ് എന്ന് പറയും. ഓക്കെ, ഇതാണ്. ഇനി നമ്മൾ അടുത്തത് മീൽസിലേക്ക് പോകാം. മീൽസ് എന്ന് പറഞ്ഞാൽ എന്തന ഒരു അറബി നമ്മുടെ ഒരു നാടൻ കടയിൽ വന്നു. എന്തൊക്കും ബിരിയാണി മന്തി ബിരിയാണി എന്തന മീൽസിന് അറബിയിൽ റൂസ് എന്ന് പറയാം. റൂസ് അബിയദ്, റൂസ് തക്കം റൂസ് എന്ന് പറഞ്ഞാൽ റൂസ് സെറ്റ് എന്നാണ്. അതായത് നമ്മളെ മീൽസിൻ്റെ സെറ്റിന് തക്കം എന്നാണ് സെറ്റിന് പറയാം. ഒരു സെറ്റ് പൊറാട്ട എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, തക്കം അതാണ് തക്കം ഫുത്തൂർ എന്നാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു സെറ്റ്. എന്താണോ അത് നേരത്തെ തയ്യാർ ചെയ്ത വസ്തുക്കൾക്ക് അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ പിന്നെ അതിൻ്റെ കൂടെ എന്തുണ്ടാവും? സാമ്പാർ ഉണ്ടാകും. അതുപോലെ തന്നെ കറികളുണ്ടാകും. സാമ്പാറിന് അറബിയിൽ ഒരു പേരേ ഇല്ല. ഖുദാർ മുശക്കൽ എന്നാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പേരുള്ളത്. ഖുദാർ മുശക്കൽ എന്ന് പറയുന്നത് മിക്സ് സബ്ജി ആണത്. അപ്പോൾ അതിന് സാമ്പാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരായിട്ട് നമുക്ക് പറയാം. അറബിയോട് പറയാൻ പറ്റിയൊരു പേര് തന്നെയാണ് സാമ്പാർ എന്നുള്ളത്. ഓക്കെ, മറ്റൊന്ന് ഇതിനോടൊപ്പം തന്നെ നമുക്ക് പപ്പടം ഉണ്ടാവില്ല, പപ്പടിന് ബാപ്പഡ് എന്നിവർ പറയും ഹിന്ദിക്കാരൊക്കെങ്കിലും. ഖുബ്സ് ഹിന്ദി എന്നതിൽ ഫേമസ് ആണ്. ആരോട്ടൊരു പേരാണിത്, ഖുബ്സ് ഹിന്ദി എന്നുള്ളത്. ഏതുപോലെ പുളിക്ക് തമർ ഹിന്ദി, ഇംഗ്ലീഷിലത് തന്നെയാണ് പറയാം. ഇംഗ്ലീഷിൽ അല്ല, അറബിയിൽ പുളിക്ക് എന്താണ് പറയുക? വാളൻ പുളിയൊക്കെ ഉണ്ടല്ലോ, അതിന് തമർ ഹിന്ദി എന്നാണ് പറയുക. ഇന്ത്യൻ പുളി എന്നാണ് അതിൻ്റെ അർത്ഥം. തമർ ഹിന്ദി, ഇന്ത്യയിലെ തമറാണ്. തമർ എന്ന് പറയുന്നത് കാരക്കയുടെ സ്ഥാനത്തുള്ളതെന്നാണ് പറയാം. അത്രയൊന്നും സ്ഥാനമുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇതൊക്കെയാണ് മീൽസിനെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ
റൂസ് മാൽ ഇദാമാത്ത്, അതായത് കറിയോട് കൂടെയുള്ള പിന്നെ എന്താണ് ചോറിനാണ് റൂസ്. റൂസിന് അരി എന്നതിനും അതേപോലെ തന്നെ ചോറിനും റൂസ് തന്നെ പറയാം. ഓക്കെ, അറൂസ് എന്ന് പറയാൻ പാടില്ല, റൂസ് തന്നെ പറയുള്ളൂ. റൂസ് ഷാബി, എന്തിനാ റൂസ് അബിയൽ, വൈറ്റ് റൈസ്. അതുപോലെ റൂസ് ബസ്മതി തവീൽ, നീളം കൂടിയ ബസ്മതി അരി. ഇങ്ങനെ കുറേ പേരുകൾ അതിലുണ്ട്. റൂസ്, അസ്മാക്ക്, ഇദാമാത്ത്, ഇദാം എന്ന് പറഞ്ഞാൽ കറിയാണ്, ഇദാമാത്തിൽ അസ്മാക്ക്, അതായത് ഫിഷ് കറികൾ. പിന്നെ അതേപോലെ നമ്മൾ ചായയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ നാടൻ ദൃഷ്ടിയാണ് ലെമൺ ടീ എന്ന് പറയാം, ലെമൺ സോഡ എന്ന് പറയാം. സോഡക്ക് സൂദ എന്നാണ് ഇവർ പറയുക, സോദ. അപ്പോൾ എന്ത് പറയാം, പിന്നെ സൂദ ലെമൂൺ ലെമൺ സോഡ. സൂദ ഷാഹി എന്ന് പറഞ്ഞാൽ പിന്നെ ഷാഹി ലെമൺ എന്ന് പറഞ്ഞാൽ ലെമൺ ലൈമൂൻ എന്ന ലെമൺ പറയട്ടോ. ഷാഹി ലെമൺ ലെമൺ ഷാഹി എന്ന് പറയും. പിന്നെ ഒരാൾ ചോദിച്ചു ചുക്കാപ്പിക്ക് എന്താ പറയാം, അത് പറഞ്ഞ് അവസാനിപ്പിക്കാം നമുക്ക്. ചുക്കാപ്പിക്ക് ഷുഗാപ്പി എന്ന് പറഞ്ഞാൽ മതി. ഷുഗാപ്പി അത് സാധനം നമ്മളെ സാധനം ആയതുകൊണ്ട് ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു ദിവസം നമ്മളെ വീട്ടിൽ നിന്ന് ചുക്കാപ്പി കുടിച്ചിരുന്നു. മാഷാ അല്ലാഹ്, ഷായ് ഫിൽന്ന്, ഞാൻ മുളകിട്ട ചായ എന്ന്. അതല്ല എൻ്റെ പേര്. ചുക്കിന് അറബിയിൽ യഥാർത്ഥ ചുക്കിനും ഇഞ്ചിക്കും ഒരു പേരാണ്. അതെന്താണ്? സഞ്ചബീൽ എന്നാണ്. സഞ്ചബീൽ യാബിസ് എന്നാൽ അത് ഡ്രൈ ആയത്. അപ്പം സഞ്ചബീൽ യാബിസും പറയും, ജാഫും പറയും. രണ്ടും റൈറ്റിലും പിന്നെ വർത്താനത്തിലുണ്ട്. അപ്പോൾ കാഫിയാണ് ഷായി അല്ല, കോഫി ബിസഞ്ചബീൽ ജാഫ് എന്ന് പറഞ്ഞു നോക്കിയേ. കോഫി സഞ്ചബീൽ ജാഫ്, അതാണ് ചുക്കാപ്പി എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഒരു കൂട്ടുകാരനായ അറബിയോട് നമ്മുടെ ഫുഡുകളൊക്കെ പരിചയപ്പെടുത്താൻ പറ്റിയ വാക്കുകളാണെന്ന് നിങ്ങൾ അറിഞ്ഞത്. ഇനിയും ധാരാളം വാക്കുകൾ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് ഇതിനെന്താ പറയുക എന്നൊക്കെ തോന്നുന്നുണ്ടാകും. അവ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല അറബിക്യൂന് ഇത്തരം നാടൻ വിഭവങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ചില വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്, അത് കാണുക. നേരിട്ട് നമ്മുടെ ക്ലാസ് റൂമിൽ നിങ്ങൾക്കത് ചോദിച്ച് നേരിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ശുക്രൻ ലക്കും, അസ്സലാമ.